ഞെട്ടുന്നത്? ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. ആ എന്താ പെട്ടെന്ന് വായിക്കേ. അങ്ങനെ അഹാന കൃഷ്ണ വീണ്ടും എയറിലായിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മകളെ, നിനക്ക് ഇത് തന്നെയാണോ പണി? ഈ അടുത്ത കാലത്തൊന്നും ഇവരുടെ കുടുംബത്തിന് എയറിന്ന് താഴെ ഇറങ്ങാൻ യോഗമില്ലെന്ന് തോന്നുന്നു. എപ്പോഴും ആരെങ്കിലൊക്കെ ആയിട്ട് ഇവരുടെ കുടുംബത്തിൽ എയറിൽ കാണും. നമ്മളെയാണല്ലോ മച്ചമ്പി. എന്തായാലേ ഫുൾ ടൈം ഇങ്ങനെ എയറിൽ തന്നെ കുത്തിരിക്കുന്ന ഒരു ഫാമിലിനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പ്രശ്നങ്ങളല്ലേ, നമ്മുടെ കുടുംബത്തിൽ എന്തൊക്കെയോ ദോഷങ്ങളുണ്ട്. അതിനു മുമ്പ് നമുക്ക് ആഹാന എയറിലായ സംഭവ വികാസത്തെ കുറിച്ച് പറയേണ്ടതുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഒന്നും നമ്മൾ വിടാൻ ഉദ്ദേശിക്കുന്നില്ല, എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ട് ഇവിടുന്ന് പോകുന്നുള്ളൂ. ആയിക്കോട്ടെ, ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ. എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം. ഓക്കെ, അപ്പച്ചി അവിടെ ഇരുന്നോ എന്ന് ആഹാന പറയുന്നുണ്ട് അല്ലേ? പക്ഷെ ഈ വീഡിയോ സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പച്ചി അവിടെ ഇരുന്നോ എന്ന് ആഹാന പറഞ്ഞതിന്റെ മുമ്പും പിൻപും ചെറുതായിട്ടൊരു കട്ട് വരുന്നുണ്ട്. എന്താ എന്ത് പറയുന്നു അച്ഛാ, ഇത് ഞാൻ വീഡിയോയിൽ നിങ്ങൾക്ക് അതൊന്നുകൂടെ റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. വിച്ച് മീൻ അതിനെടുക്ക ആഹാൻ എന്തോ പറയുന്നുണ്ട്, ആ ഭാഗം കട്ട് ചെയ്ത് ഇവർ ഒഴിവാക്കിയെന്നർത്ഥം. ഈ നാട്ടുകാരെ കൊണ്ട് ഞാൻ തോട്ടല്ലോ. ഇവർ എങ്ങനെ മണത്തറിഞ്ഞു? ഞാനത് രഹസ്യമായിട്ട് വെച്ചിരുന്നതാണല്ലോ. സാരില്ല, അങ്ങനെ കട്ട് ചെയ്യാത്ത പോർഷൻ നമ്മുടെ കൈ കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഇത് ഇവന്മാരെ എപ്പ എടുത്തു? ഓക്കെ, അപ്പച്ചി അവിടെ ഇരുന്ന് നോക്കിക്കോ, അപ്പച്ചി അവിടെ ഇരുന്നോ എന്നും പറഞ്ഞ് മനഃപൂർവ്വമാണ് ഇവിടെ അഹാന അപ്പച്ചി അവിടെ നിന്ന് മാറ്റുന്നത് അല്ലേ? ആദ്യം വലത്തുഭാഗത്ത് ഇരുന്ന് അപ്പച്ചിയെ നടത്തിച്ച് എടുത്ത ഭാഗത്തേക്ക് കൊണ്ടു നിർത്തി, അവിടുന്ന് ഫ്രെയിമിൽ നിന്ന് പുറത്താക്കി. എന്തോന്നോടെ ഇതൊക്കെ? മനുഷ്യനാവണം ആദ്യം, എന്നിട്ടുണ്ടാക്ക് നിലയും വിലയും. അതൊന്നും സൂത്രത്തിലുണ്ടാക്കല്ല വേണ്ടത്, സ്വയം ഉണ്ടാവട്ടെ. അതാ കഴിവ്. എന്തോ അപ്പച്ചിക്ക് ഒരു വില കൊടുക്കാത്ത കളിയാണ് ഇവര് വ്ളോഗിൽ കാണിച്ചു കൂട്ടുന്നത്. ഇതൊക്കെ കാണുന്ന ആൾക്കാർ ഇവർ ഏറെ കയറ്റില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അത് കയ്യിലിരിപ്പിന്റെയാ. അതെ, കയ്യിലിരിപ്പിന്റെ. ഇനി ഇവിടെ അപ്പച്ചിയോട് മാത്രമല്ല അശ്വിനോടും അശ്വിന്റെ കുടുംബത്തോടും ഇവർ വിവേചനം കാണിക്കുന്നുണ്ട്. പ്രേമേന്ദ്രനെ ഇവിടെ കൂട്ടിലിട്ടതുപോലെ വളർത്തിയെടുക്കുന്നത് നമ്മുടെ മിടുക്ക. ഇന്ന് അവൻ അമ്മയില്ല, ബന്ധുക്കളില്ല, എല്ലാരെയും തെറ്റിപ്പിരിച്ചെടുക്കാൻ ഞാൻ എന്ത് പാടുപെട്ടെന്നറിയാമോ? ഈ വ്ളോഗിൽ ഇവര് കേക്ക് മുറിക്കുന്ന ഭാഗം ഞാൻ ഇവിടെ സൈഡിൽ കൊടുക്കാം. ഇതിൽ അശ്വിൻ എവിടെയാണ് നിൽക്കുന്നത് നിങ്ങൾ നോക്കണം. ദിയയുടെ സൈഡിൽ ഇങ്ങനെ കൈയടിച്ച് നിൽക്കാണില്ലേ അശ്വിന്? ഒന്ന് നിർത്തട്ടെ, കേറി നിൽക്കൂ. അവിടെ നിന്നോളൂ. ഇവിടെ നിന്നോ. വെറുതെ ചുണ്ടു മാത്രം എനിക്ക് ശബ്ദമൊട്ടും പുറത്തു വരാതെ മനസ്സിൽ എത്ര വേണമെങ്കിലും പാടിക്കോളൂ. സാധാരണ ഇത്തരം സന്ദർഭങ്ങൾ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്? കേക്ക് മുറിക്കുന്ന സമയത്ത് അച്ഛനും അമ്മയും മുന്നിൽ ഉണ്ടാവണം. പക്ഷെ ഇവിടെ അമ്മ മാത്രമാണ് മുന്നിലുള്ളത്, അച്ഛൻ അവിടെ സൈഡിലോട്ട് മാറി നിൽക്കാണ്. ഇനി ഇവിടെ കേക്ക് മുറിക്കുന്നതാണ് ഏറ്റവും വലിയ കോമഡി. കേക്ക് മുറിക്കുന്നത് എങ്ങനെയാണ്? അമ്മ ഒറ്റയ്ക്കാണ് കേക്ക് മുറിക്കുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന സമയത്ത് അച്ഛൻ ഉണ്ടായിരിക്കെ തന്നെ അമ്മ ഒറ്റയ്ക്ക് കേക്ക് മുറിക്കുന്ന കാണുന്നത്. ഒന്നെങ്കിൽ അച്ഛനും അമ്മയും കുഞ്ഞും കൂടെ ഒരുമിച്ച് കേക്ക് മുറിക്കും, അതാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരാറുള്ളത്. അല്ലെങ്കിൽ അച്ഛനും അമ്മയും കൂടി കേക്ക് മുറിക്കും.